നമ്മളൊന്നൊരു സാധാരണ സീലിംഗ് ഫാന് പഴയത് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പുതിയ BLDC കിറ്റ് കയറ്റാണ്. അപ്പോൾ നിലവിൽ അത് 83 വാട്ട്സ് എടുക്കുന്നുണ്ട്. ഇനി നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് പുതിയ BLDC കിറ്റ് കയറ്റിയതിൻ്റെ ശേഷം അത് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട് എന്നുള്ള നോക്കാം. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളെ നിലവിലുള്ള ഫാനെല്ലാം അയച്ച് നമ്മളതിൻ്റെ കോറ് കോയിൽ എല്ലാം അയച്ചെടുത്ത് അതെല്ലാം ഒഴിവാക്കിയതിൻ്റെ ശേഷം അതിനുള്ളിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി പുതിയ BLDC കിറ്റിൻ്റെ മാഗ്നറ്റ് ഇതിലേക്ക് കറക്റ്റ് ചെയ്യണ പണിയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ SBA എന്ന് പറഞ്ഞ ഒരു ഫാനൊക്കെ ഉണ്ടാക്കുന്ന BLDC ഫാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനീൻ്റെ കിറ്റാണ് ഇപ്പം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കിറ്റാണ് SBA. ഈ കിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ ഒരു റിമോട്ട് കൺട്രോള്, പിന്നെ അതിൻ്റെ ഒരു കോപ്പറിൻ്റെ കോയിൽ, അതുപോലെ അതിൻ്റെ മാഗ്നറ്റ്, പിന്നെ അതിൻ്റെ ഒരു BLDC ബോർഡ്, ഇലക്ട്രോണിക് ബോർഡ്, റിലേ ഉള്ള ടൈപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഒരു കിറ്റിൽ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഫാനിൻ്റെ കേസിൻ്റെ ഉള്ളിലേക്ക് അത് ഈ മാഗ്നറ്റിനെ കറക്റ്റ് ചെയ്ത് കുറച്ച് ഭാഗം ഗ്രൈൻഡ് ചെയ്ത് 4 ഭാഗം ഒരേപോലെ ഗ്രൈൻഡ് ചെയ്ത് സൂട്ടാക്കി കൊണ്ടുവന്ന് അത് കറക്റ്റ് ടൈറ്റ് ഫിറ്റിങ്ങിൽ വരണം. അങ്ങനെ ചെയ്ത് അതിന് ശേഷമുള്ള ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അതിന് ശേഷം പിന്നെ നമ്മളതിൻ്റെ കോയിലിനെ കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയും ഒരയാതെ കറക്റ്റായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫാനിൻ്റെ അടിഭാഗം ചേർത്ത് വെച്ച് അതിൻ്റെ സ്ക്രൂകൾ 3 സ്ക്രൂ ഓരോന്ന് പതുക്കെ ടൈറ്റ് ചെയ്ത് 4 ഭാഗം കറക്റ്റായിട്ട് സെറ്റാക്കുക. എവിടെയും ഒരു ഭാഗം പൊന്തിയും താന്നും നിൽക്കാതെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ള ആ കപ്പ് ഒരു സ്ക്രൂ ചെയ്ത് ആ റാഡുമ്മക്ക് ടൈറ്റ് ചെയ്യാം. ഏകദേശം അതൊന്ന് എടുത്തിട്ട് ഒന്ന് തിരിച്ചു വെക്കുക. അതെവിടെയെങ്കിലും കപ്പ് ബോഡിയായിട്ട് വരയാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കാണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡ് ഈ കപ്പിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് അതിൻ്റെ വയറുകൾ കണക്ഷൻ കൊടുത്ത് അത്രയും ഭാഗങ്ങളാണ് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മളെ ഫാനിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് കറണ്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളതിൽ സ്റ്റാർട്ടിങ്ങിൽ 16 വാട്ട്സ് 17 വാട്ട്സോളം വരുന്നുണ്ട്. 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ അത് കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വാട്ട്സ് കുറഞ്ഞ് ഒരു 5 വാട്ട്സ് 6 വാട്ട്സ് ആ ഒരു ലെവലിലായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഒരു 2-3 സ്പീഡിലൊക്കെ റിമോട്ടുമ്പോൾ നിൽക്കി കഴിഞ്ഞാൽ ഒരു 6-7 വാട്ട്സ് മാത്രമേ എടുക്കുള്ളൂ. ലീഫില്ലാത്തത് കൊണ്ട് കുറച്ച് വാട്ട്സ് കുറവുണ്ടാവും. നമ്മൾ ലീഫ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5 വാട്ട്സും കൂടി കൂടും. ഒരു വീട്ടിൽ 2-3 ഫാന് BLDC കിറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കറണ്ട് ചാർജ് പകുതിയിലധികം കുറഞ്ഞു വരും. ഒരു 1500 രൂപ കറണ്ട് ചാർജ് വരുന്ന വീട്ടിൽ ഒരു 600-700 രൂപയായിട്ട് കുറയുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.